ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 4. മിഷേൽ സാധനങ്ങൾ ബിൽ ചെയ്യിക്കുമ്പോൾ ഹരി ഉള്ളിലേക്ക് പോയി. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയി ഒരു ഷൂ പോളിഷ് എടുത്ത് കൂടെ ഒരു ആഫ്റ്റർ ഷേവ് കൂടി എടുത്തു. അവനും ഓടി ബില്ലിങ്ങിലെത്തി. മിഷേൽ, വണ്ടിയുണ്ടോ? ഇല്ല, ഞാൻ ഓട്ടോയിലാണ് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? ക്ഷീണം ഉണ്ടായിരുന്നോ? കുറച്ച്. പിന്നെ ജോലിയിലായപ്പോ എല്ലാം അങ്ങ് മറന്നു. നമ്മുടെയൊക്കെ ക്ഷീണം അത്രയല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. ഹരി ഒരു നിമിഷം അറിയാതെ അവളുടെ ചിരിച്ച മുഖത്ത് തന്നെ നോക്കി നിന്നുപോയി. ഈ പ്രായത്തിലും അവളുടെ ചിരിക്കൊരു പ്രത്യേക ആകർഷണമാണ്. മുഖത്ത് ക്ഷീണം ഉണ്ടെങ്കിലും ഒരു തിളക്കമുണ്ട്. എന്തു പറ്റി സാബ്? ഓ സോറി, ഒന്നുമില്ല. ഞാൻ എന്തോ ഓർത്ത് നിന്നുപോയതാണ്. ശരി സാബ്, എന്നാ പോട്ടെ. നിൽക്കടോ, ഞാനും വരുന്നു. അവനും അവളുടെ കൂടെ തന്നെ പുറത്തിറങ്ങി. ഞാനും ഓട്ടോയിലാണ് വന്നത്. അതും പറഞ്ഞ് അവൻ ഓട്ടോ വിളിച്ചു. അവളുടെ കൂടി സാധനം അവനെടുത്ത് ഓട്ടോയിൽ വെച്ച് അവളുടെ കൂടെ കയറുമ്പോൾ വീണ്ടും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുഖത്ത്. ഓട്ടോയിൽ രണ്ടുപേരും മൗനമായിരുന്നു. ഹരി അവളുടെ സാന്നിധ്യം വല്ലാതെ ആഗ്രഹിച്ചതുപോലെയാണ് ഇരുന്നത്. ചെറുപുഞ്ചിരിയോടെ ഇരിക്കുന്ന അവളെ അവൻ കൂടെ കൂടെ ഇടകണ്ണിട്ട് നോക്കി. അപ്പാർട്ട്മെന്റിന് താഴെ എത്തിയപ്പോൾ ഹരി ചോദിച്ചു, ഞാൻ കൊണ്ടു തരണോ? വേണ്ട, ഒരു ഭാരമില്ല ഇതിന്. അറിഞ്ഞുകൊണ്ടാണ് അവൻ കൂടെ പോകാഞ്ഞത്. അവൾക്കതൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചു. തിരിച്ചു പോകാൻ നിന്ന ഓട്ടോക്കാരനോട് അവൻ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യ്. യാത്ര പറഞ്ഞ് ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടക്കുന്ന മിഷേലിനെ നോക്കി നിന്നിട്ട് വീണ്ടും ഹരി ഓട്ടോയിൽ കയറി. തിരിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പൊയ്ക്കോ. ഓട്ടോക്കാരൻ ഒന്ന് അതിശയത്തിൽ അവനെ നോക്കി. മുഖത്ത് ഒരു കള്ളച്ചിരിയോടെ അവൻ മനസ്സിൽ പറഞ്ഞു, എന്നെ നോക്കണ്ടനിയാ. അതെ, അതിശയം എനിക്കും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? എന്റെ ഉള്ളിലെ കാമുകന്റെ വികൃതികളാണ്. എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടുന്നത്? ഓഫീസിൽ നിന്നും വൈകിട്ട് വന്ന് ചായ കുടിക്കാൻ എടുത്തപ്പോഴാണ് കിട്ടു വന്നത്. കിട്ടു, ചായ കുടിക്ക്. അത് ഹരിയേട്ടാ, മിഷേൽ മാം ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയല്ലേ, പാവം നന്നായി ക്ഷീണിച്ചു. നീ എപ്പോഴാ കണ്ടത്? ഇപ്പോ ഓട്ടോ തിരക്കി നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് നിനക്ക് കൂട്ടിക്കൊണ്ടു വന്നൂടായിരുന്നോ? എന്താ ഹരിച്ചക്കൻ ഒരു ചായവ്? പോടാ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. മനസ്സിലായി. എന്നോട് വേണ്ട, ഞാനും ഇതൊക്കെ തന്നെയാണ്. ഏതൊക്കെ? ഈ കള്ളക്കാമുകൻ പട്ടം എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ട കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയാൽ കൂടെ കൂട്ടാം. അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ കാണും. ഞാൻ ദേ വരുന്നു. നിന്റെ ബുള്ളറ്റിന്റെ കീ തന്നേ. ഓ, അതിലൊന്നും കയറില്ല. അതൊക്കെ ഞാൻ നോക്കാൻ ചെക്ക, നീ തന്നേ. പിന്നെ ബൈക്കുമായി ഒരു പറക്കലായിരുന്നു. ഈ 2-3 ദിവസം കാണാതെയും സംസാരിക്കാതെയും ഇരുന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും പ്രശ്നം എന്റെ മനസ്സിലുണ്ട് എന്ന്. ഇന്ന് രാവിലെ കണ്ടപ്പോഴേ തോന്നിയതാണ് കൈവിട്ടു പോകും എന്റെ മനസ്സെന്ന്. എന്നാലും പിടിച്ചു നിന്നു. എനിക്ക് എന്താണ് അവളോട്? വെറും ഇഷ്ടമാണോ? അതോ ആരുമില്ല എന്ന സഹതാപമാണോ? എത്രയോ നാളായി പരിചയമുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെയൊന്നും തോന്നിയില്ല. മരണത്തെ മുന്നിൽ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കൂട്ട് വേണമെന്ന്. എന്റെ മനസ്സറിഞ്ഞാൽ എന്താകും റിയാക്ഷൻ? ഞാൻ അനുഭവിക്കുന്ന വേദന അറിയുന്നുണ്ടോ വിഷു നീ? എനിക്കിനി ഒരു തിരിച്ചുപോക്ക്. ശ്രമിക്കും ഞാൻ. ഓട്ടോയിലിരുന്ന് അവൻ ചെറുതായി പുഞ്ചിരിച്ചു. കഷ്ടം, ഞാൻ ഇന്നാ ചിരി നോക്കി നിന്നുപോയി. ഇങ്ങനെ പോയാൽ ഹരിയേ, നീ വല്ല അപരാധവും ചെയ്തു പോവും. പാർക്കിങ്ങിൽ പോയി ബൈക്കെടുത്ത് തിരിച്ചു വരും വരെ അവൻ ഏതോ സ്വപ്നലോകത്ത് തന്നെയായിരുന്നു. വീട്ടിൽ വന്ന് ഫോണിൽ നോക്കി. വീണ്ടും റിപ്ലൈ ഇല്ല എന്ന് കണ്ട് ഒന്ന് വിഷമിച്ചുവെങ്കിലും മിഷേൽ ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞു. എത്രയോ വായനക്കാർ, അതിലൊരാൾ, അത് മതി. ബെല്ലടിച്ചപ്പോൾ മിഷേൽ വാതിൽ തുറന്നു. ജൂഹിയാണ്. മിഷി ആന്റി, പോകാം. എന്റെ മിഷ്ടി എവിടെ? അവൾ അകത്തുണ്ട് ജൂഹി. നീ അവളെയും കൊണ്ട് പോയിട്ട് വാ. ആ ഗംഗയുടെ കൂടെ വിടരുത്. അവനെ കണ്ട പെണ്ണ് ബാക്കിയെല്ലാം മറക്കും. ഇങ്ങനെ പ്രണയിക്കുന്നവർക്ക് പാരയാകരുത് ആന്റി. അതെയോ? നിനക്ക് പാരയല്ലല്ലോ, അത് മതി. ആന്റി വന്നേ. വരാടി, ഒരു 5 മിനിറ്റ്. ഞാൻ ഇതൊന്ന് വേവിച്ചിറക്കട്ടെ. എന്താ ആന്റി അടുപ്പത്ത്? കുറച്ച് ഉണക്ക കപ്പ ഉണ്ടായിരുന്നു, അതൊന്ന് വേവിച്ചെടുത്തു. ഇന്നലത്തെ മീൻകറിയുണ്ട്. എനിക്കിഷ്ടമല്ല, മമ്മിക്കിഷ്ടമാണ്. അല്ലേലും നിന്നെപ്പോലെയുള്ള മലയാളികള് ഞങ്ങൾക്ക് കളങ്കമാണ്. നാടിനെക്കുറിച്ചും നാട്ടിലെ ആഹാരത്തെക്കുറിച്ചും ഒന്നും അറിയില്ല. അത് കേട്ട് അവൾ നന്നായി ചിരിച്ചു കാണിച്ചു. ഞാനൊക്കെ എന്ത് മലയാളി ആന്റി. ഞാൻ എന്നാ ഇവളെയും കൊണ്ട് പോട്ടെ. ആന്റി വന്നേക്കണേ, അല്ലെങ്കിൽ മമ്മി എന്നെ കൊല്ലും. വരാ മോളെ. താഴെ മിഷ്ടിയുമായി നിന്നപ്പോൾ കണ്ടു അവളുടെ കിട്ടുവിനെ. ഹലോ കാന്താരി. ഹലോ അങ്കിൾ. ഇന്ന് ഒറ്റയ്ക്കാണോ? അല്ലല്ലോ, ദേ മിഷ്ടിയുണ്ട്. അയ്യടി, അവളുടെ ഒരു തമാശ.
ആന്റി ഇപ്പോൾ വരും. ചെറിയ ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ തന്നെ കണ്ടു നടന്നു വരുന്ന പെണ്ണിനെ. ഇത് വലിയ കഷ്ടമാണല്ലോ. ഇപ്പോ ഈ പെണ്ണിന്റെ കാറ്റടിച്ച എനിക്ക് നെഞ്ചു പൊട്ടും. വലിയ മേജറൊക്കെയാണ് ഞാൻ. എന്നിട്ടാണ്. ഹലോ ഹലോ മിഷേൽ, ഇതെന്താ കയ്യില്? അത് നിങ്ങൾക്കുള്ളതാണ്. കുറച്ച് കപ്പ. എല്ലും കപ്പയാണോടോ? അല്ല സാബ്, എല്ലൊന്നും വാങ്ങാൻ പോയില്ല. ഇനി ടോമിച്ചൻ പോകുമ്പോ പറഞ്ഞു വിടാം. ഹരിയേട്ടാ, എല്ലിൽ കയറിയ മട്ടാണല്ലോ. ഡാ വേണ്ട വേണ്ട, അവൾ അറിയുന്നതുവരെ മാത്രമേ ഇതിനായുസുള്ളൂ. അതൊന്നും അല്ല, നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് ജൂഹിയോട് സംസാരിക്കാം. അയ്യോ എന്റെ കിട്ടൂ, നീ ഉപദ്രവിക്കരുത്. ഞാനൊന്ന് കണ്ടും ചിരിച്ചുമൊക്കെ ജീവിച്ചു പൊക്കോട്ടെ. വീട്ടിലെന്നത്തെയും പോലെ പാടി പ്രാർത്ഥന കഴിഞ്ഞ് ആഹാരവും കഴിഞ്ഞ് ഫോൺ എടുത്തപ്പോൾ കണ്ടു സാബ് ഒരു ഹായ് അയച്ചത്. ഹായ്, കപ്പ കിടിലൻ, താങ്ക്സ്. അവൾ ചിരിക്കുന്ന ഒരു സ്മൈലി അയച്ചു. ഉറങ്ങിയില്ലേ ഇതുവരെ? ഉറങ്ങണം. ഇപ്പോഴും ഉണ്ടോ രാത്രി ചാറ്റിംഗ്? അപ്പോഴും അവൾ ചിരിക്കുന്ന സ്മൈലി അയച്ചു. ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. അത് ചാറ്റിംഗ് ഒന്നും അല്ല, വെറുതെ ഓരോന്ന് വായിക്കുന്നതാണ്. എന്നോടങ്ങനെ ആരും ചാറ്റൊന്നും ചെയ്യാറില്ല. അതിന് സമയവും ഇല്ലേ. അതെയോ? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ഒന്നുമില്ല, വെറുതെ. വേണ്ട, മനസ്സിലായി. അങ്ങനെ ഒന്നുമില്ല, കുറേ വായിക്കും, ബ്ലോഗ് സ്റ്റോറി, അങ്ങനെ അങ്ങ് സമയം പോകും. ശരി, എന്നാ സാബ് ഉറങ്ങിക്കോ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ബായ്. പെട്ടെന്നാണ് അവൾ കാവൽക്കാരൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടത്. അവൻ്റെ റിപ്ലൈ. ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ്. അതാണ് റിവ്യൂ തരാൻ താമസിച്ചത്. ഹലോ, എന്തു പറ്റി? ഹേയ്, പേടിക്കാനൊന്നുമില്ല. മനസ്സിൻ്റെ ചില വികൃതികള്. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. അത് വേണ്ട എൻ്റെ എഴുത്തുകാരി, അടുത്ത കഥയ്ക്കുള്ള സ്കോപ്പാക്കാനല്ലേ. അത്രയ്ക്ക് നീജയല്ല കേട്ടോ ഞാൻ. അപ്പോ നീജയാണല്ലേ? അതെ, സംശയം വേണ്ട. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ പ്രണയം. ഓഹോ, കൂടെ പഠിക്കുന്നതാണോ? പഠിക്കുന്നതോ? അല്ല കഥാകാരി, ജോലിയാണ്. ഓഹോ, പിന്നെ എന്താ? ആ കുട്ടിയോട് പറഞ്ഞോ? ഇല്ല, പറയണം. കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പറയണമെങ്കിൽ ഞാൻ ആരാണെന്ന് പറയണം. അത് വേണ്ട. ഓക്കെ, ഇഷ്ടം പോലെ. ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കഥകൾ എങ്ങനെയാണ് വായിച്ചു തുടങ്ങിയത്? അത് നിങ്ങളുടെ പ്രൊഫൈൽ ഇഷ്ടമായി. ആ വരികൾ. ഞാനൊരു ചേമ്പില. മുകളിൽ നിന്ന് വരുന്നതെന്തും എന്നിൽ എത്തിച്ചേരുന്നുവെങ്കിലും ഉള്ളിലേക്ക് പോകാതെ ചിന്നിച്ചിതറി പോകുന്നു. അതെയോ? അത് വെറുതെ എഴുതിയതാണ്. എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നിങ്ങളുടെ എഴുത്തിൽ അത് മുന്നിട്ട് നിന്നു. വളരെ നന്ദി. നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രചോദനമാണ് എൻ്റെ ശക്തി. അടുത്ത പാർട്ട് എപ്പോഴാണ്? ദേ ഇപ്പോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. നിറഞ്ഞ മനസ്സോടെ നഷ്ടപ്പെട്ട വായനക്കാരനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ അവൾ അടുത്ത പാർട്ട് പോസ്റ്റ് ചെയ്തു. അതും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്. ഞായറാഴ്ച രാവിലെ തന്നെ മിഷേൽ എഴുന്നേറ്റു. ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ പള്ളിയിൽ പോകുന്നത്. അലമാരയിൽ മടക്കി വെച്ചിരുന്ന സാരികളിൽ വെറുതെ കൈയോടിച്ചു. ഒരു കരിമ്പച്ച സാരിയിൽ അവളുടെ കണ്ണുടക്കി. വിവാഹശേഷം ആദ്യമായി ജോർജ് വാങ്ങിക്കൊടുത്ത സാരി, പകുതി വിരൽ നീളത്തിലുള്ള കസവിന്റെ ബോർഡർ മാത്രമുള്ള സാരി. പണ്ട് ദേഹത്തേക്ക് ഒട്ടിക്കിടക്കുന്ന ആ സാരി ഉടുത്ത് കാണുമ്പോഴെല്ലാം അവളുടെ ജോർജ് ചായൻ പറയുമായിരുന്നു, കരിമ്പച്ച നിറവും നീയും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമാണെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ആദ്യമായി അവർ തമ്മിൽ കാണുമ്പോഴും അവൾ പച്ച ടോപ്പായിരുന്നു അണിഞ്ഞിരുന്നത്. വളരെ നാളുകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് ശേഷം, അവൾ അതേ സാരിയാണ് വീണ്ടും ഉടുക്കുന്നത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾക്ക് തന്നെ തോന്നി, സത്യമാണ്, എനിക്കൊരു ഐശ്വര്യമാണ് ഈ സാരിയിൽ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സാബിനെയും കൂട്ടുകാരെയും കണ്ടത്. ഗുഡ് മോർണിംഗ് സാബ്. ഗുഡ് മോർണിംഗ് മാം. പള്ളിയിലേക്കാണോ? പെട്ടെന്ന് കിട്ടുവാണ് പറഞ്ഞത്. അതെ, നമ്മുടെ സാബിനെന്തു പറ്റി? അപ്പോഴാണ് കിട്ടു അവനെ ഒന്ന് തട്ടിയത്. അതുവരെ അവളുടെ മുഖത്ത് നോക്കി നിൽക്കുകയായിരുന്ന അവൻ ഒന്ന് ചിരിച്ചു. ഇതാര്, കാവിലെ ഭഗവതിയോ? അവന്റെ തന്നെ ചമ്മൽ മാറ്റാനാണ് ഹരി അങ്ങനെ ചോദിച്ചത്. അല്ലല്ലോ, ഭഗവതിയല്ല, വെളിച്ചപ്പാടാണ്. അതല്ലേ സാബ് കണ്ടപ്പോ തന്നെ പേടിച്ച് ശ്വാസം എടുക്കാതെ നിന്നത്. ഡോ, അത് പേടിച്ചതൊന്നുമല്ല, തനിക്കിത്രയും സൗന്ദര്യമോന്ന് ഓർത്ത് നിന്നതാണ്. അവന്റെ തുറന്നു പറച്ചിൽ കേട്ട് കിട്ടു വായും തുറന്ന് നോക്കി നിന്നുപോയി. ആഹാ, തൈക്കളവനായാലെന്താ, നന്നായി സ്കോർ ചെയ്യുന്നു.
അതെയോ? ഞാനും കുറെ നേരം ആയി ഇത് തന്നെയാണ് ഓർക്കുന്നതും. ആളെ വിട്. ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന പ്രായമായി എനിക്ക്. അതും പറഞ്ഞ് ചിരിച്ച് അവൾ നടന്നുപോയി. എന്റെ ഹരിയേട്ടാ, ഒരു ഇഞ്ചിനാണ് രക്ഷപ്പെട്ടത്. അതേടാ കിട്ടൂ. പക്ഷെ നീ പറ, ഇത്ര സുന്ദരിയായി അവൾ രാവിലെ എന്റെ മുന്നിൽ വന്നു നിന്ന എങ്ങനെ നോക്കാതിരിക്കും? നീ ആയാലും നോക്കിപ്പോയില്ലേ? ഞാൻ പിന്നെ നന്നായി മാനേജ് ചെയ്തില്ലേ? ഉവ്വ. ഈ പെണ്ണിന് ഇത്രയൊക്കെ ഒരുങ്ങി വേണോ കിട്ടൂ പള്ളിയിൽ പോവാൻ? കർത്താവിന് അവൾ അറിയാലോ. എന്റെ ഹരിച്ചേട്ടാ, നിങ്ങളൊരു കോഴിയാണെന്ന് ഞാൻ ഈ അടുത്തിടെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഒരു കുശുമ്പനാണെന്ന് ഇന്നാണ് അറിഞ്ഞത്. അതേടാ, ഞാൻ അങ്ങനെയാണ്. എന്റെ പെണ്ണിനെ ഞാൻ മാത്രം കണ്ടാൽ മതി. എന്റെ പെണ്ണോ? രാവിലെ അവരുടെ ചെരുപ്പിന്റെ സുഖം അറിഞ്ഞേനെ. എനിക്കറിയാടാ. സാരയില്ല, അവളറിയാതെ എനിക്ക് പ്രണയിക്കാലോ. തീർച്ചയായിട്ടും. അപ്പോ ഉറപ്പിച്ചു പ്രണയാണെന്ന് അല്ലേ? പക്ഷേ ഇത് ഓവറാകരുത്. അത് ഉറപ്പിപ്പോഴും ഇല്ല, ഒരിഷ്ടം, അതായിരിക്കും. അതെ, എനിക്കും മനസ്സിലാവുന്നുണ്ട്. അതും പറഞ്ഞ് അവർ ചിരിച്ച് റൂമിലേക്ക് പോയി. പള്ളിയിൽ നിന്നും തിരിച്ചു വരുന്നേരം മിഷേൽ ഓർത്തു, എന്ത് സീരിയസ് ആയി സംസാരിച്ചിരുന്ന മനുഷ്യനാണ് സാബ്. ഇപ്പോ എപ്പോ കണ്ടാലും തമാശയാണ്. ഒരു കൊറോണ മനുഷ്യനിൽ വരുത്തിയ മാറ്റം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഹരി കാണുമ്പോഴെല്ലാം മിഷേലിനോട് വളരെ അടുപ്പത്തോടെ സംസാരിച്ചു. മിഷേലും അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. കൊറോണ പലരിലും പ്രവർത്തിച്ചതുപോലെ ഹരിസാബിൽ സഹജീവികളോടുള്ള സ്നേഹമായാകും പ്രവർത്തിച്ചതെന്ന് അവൾ വിശ്വസിച്ചു. അടുത്ത ആഴ്ച ഹോളിയാണ്. കളറുകളുടെയും സന്തോഷത്തിന്റെയും ആഘോഷം. ഉത്തർപ്രദേശിൽ ഒരാഴ്ച മുന്നേ തുടങ്ങും ആഘോഷങ്ങൾ. കൊച്ചുകുട്ടികൾ ഒളിച്ചിരുന്ന് ബലൂണിൽ വെള്ളം നിറച്ച് വഴിയാത്രക്കാരെ എറിയുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഹോസ്പിറ്റലിൽ ജോലിക്കാർ ഇതിലൊന്നും ഉൾപ്പെടാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിൽ മിഷേലാണ് ഡ്യൂട്ടിക്ക് വരുന്നത്. അവൾക്ക് എന്ത് ഹോളി, എന്ത് ദിവാലി, അതൊക്കെ കുടുംബമായി ജീവിക്കുന്നവർക്കുള്ളതാണ്. എന്റെ വാക്കുകളല്ല, അവളുടെ തന്നെ വാക്കുകളാണ്. ആന്റി ഇന്ന് പാർക്കിൽ പോകുന്നുണ്ടോ? ഇല്ല മോളെ, നാളെ ഹോളിയല്ലേ, വെറുതെ കുട്ടികൾ വെള്ളം ഒഴിക്കും. വാ, നമുക്ക് ബാൽക്കണിയിൽ നിൽക്കാം. ശരി ആന്റി. മമ്മയും ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ആന്റിക്ക് നാളെ ഓഫ് കാണില്ലല്ലോ? മമ്മിക്ക് ഓഫാണ്. അതെ, എനിക്ക് ഡ്യൂട്ടിയുണ്ട്. എന്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് കിട്ടിയില്ല ജൂഹി. ഇനി നാളെ എങ്ങനെ പോകുമെന്നാണ്. ഓട്ടോ പോലും കാണില്ല. പപ്പയോട് പറയാം ആന്റിയെ കൊണ്ടുവിടാൻ. വേണ്ട മോളെ, രാവിലെ ഉറങ്ങാൻ ഒരു ദിവസം കിട്ടുന്നതല്ലേ ടോമിച്ചന്. ശല്യം ചെയ്യണ്ട, ആന്റി മാനേജ് ചെയ്തോളാം. ശരി ആന്റി, ബായ്. എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. എനിക്കറിയാം മോളെ, പഠിത്തം ഉഴപ്പരുത്. ഇല്ല ആന്റി, ടോമിച്ചൻ എന്നെ നിർത്തി പൊരിക്കും. ഡീ. അപ്പോഴേക്ക് അവള് ഡോറ് തുറന്ന് ഓടിക്കഴിഞ്ഞിരുന്നു. ഹലോ പാണ്ടി. ഡീ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന്. പാണ്ഡ്യ പിന്നെ വേറെ വല്ലതാണോ വിളിക്കേണ്ടത്? നിങ്ങൾ പാണ്ഡ്യല്ലേ? ജൂഹി. ഓ സോറി. ഇനി വിളിക്കില്ല. അതെ, നിങ്ങളുടെ കൂട്ടുകാരന് പ്രയോജനമുള്ള ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്ത്? പറഞ്ഞാ എന്ത് തരും? നിനക്ക് എന്ത് വേണം? അരമണിക്കൂർ ഞാൻ തന്നെ ബുള്ള. വേണ്ട, നീ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എനിക്ക് കേൾക്കണ്ട നിന്റെ രഹസ്യം. അതുപോലെ ഞാൻ നിനക്ക് കൂലിയും തരുന്നില്ല. ഹോ, ഇങ്ങനെ ഒരു മുരടൻ. ഇതിലും 1000 നല്ലത് ആ ഹരിയങ്കളാണ്. എന്താ നോക്കുന്നോ? കിട്ടുച്ചായാ. ശരിടി ചീവിടെ, പറ, എന്താ നീ പറയാന്ന് പറഞ്ഞത്? അതെ, മിഷി ആന്റിയുടെ വണ്ടി സർവീസിന് കൊടുത്തു. നാളെ രാവിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവായിരിക്കും. അപ്പോ അങ്കിളിന് നല്ലൊരു ചാൻസ് ആണ്. എടി, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരൻ എപ്പോഴും പറയുന്നത് ഇത് വെറുതെ ഉള്ളൊരു ഇഷ്ടം മാത്രമാണെന്നാണ്. ഹരിച്ചേട്ടന് മനസ്സിലാകുന്നില്ല ഇതാണ് പ്രണയമെന്ന്. ആണോ? അതെങ്ങനെയാ? തന്നെ പോലുള്ളവരല്ലേ കൂട്ട്. ഡീ നീ പിന്നെ കിട്ടുചായം കുറവായിരുന്നോ? എടി പൊട്ടി, എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു എനിക്ക് നിന്നോട് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണെന്ന്. പിന്നെ കുറെ വെയിറ്റ് ഇട്ടതല്ലേ നിന്റെ റിയാക്ഷൻ കാണാൻ. എന്നിട്ട് എന്ത് കണ്ടു? അതിപ്പോ നീ വല്ലതും കാണിച്ചോ? ദേ പന്ന പാണ്ടി. അയ്യോ എന്റെ ഭൂലൻ ദേവി, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഹോളി കളിക്കാനെന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഇവിടെ കിടന്ന് തുള്ളിയാ നിനക്കറിയാലോ എന്നെ. ഷേടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. എനിക്ക് ഹോളി കളിക്കണം. താൻ വെറുതെ എന്നെ ഭരിക്കാൻ വരരുതേ.
ആ ചിലപ്പോ ഭരിച്ചെന്നിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതാണ് അടുത്ത ബ്ലോക്കിലെ ആൺകുട്ടികൾ ഇതിനെ കളറിടുന്നത്. നാണമില്ലായിരുന്നോ അങ്ങനെ നിന്നു കൊടുക്കാൻ? അത് പിന്നെ ഞാൻ അറിഞ്ഞോ അവരത്ര മോശമാണെന്ന്? ഞാൻ നല്ല വഴക്ക് പറഞ്ഞല്ലോ അവരെ. എന്നിട്ട് താൻ എവിടെയായിരുന്നു? എന്തായിരുന്നു വന്ന് അവർക്കിട്ട് 2 കൊടുക്കാഞ്ഞത്? ഓ അത് പിന്നെ ഞാൻ വന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. അവർക്കുള്ളതേ ഞാൻ വേറെ കൊടുത്തു. കിട്ടുച്ചാ, അപ്പൊ നിങ്ങളാണോ അവന്മാരെ പോയി അടിച്ചൊടിച്ചത്? ആര് പറഞ്ഞു? ഞാനൊന്നും അല്ല. എന്റെ കർത്താവേ, എന്നിട്ടാണ് അടുത്ത ദിവസം എന്നോട് വഴക്കിട്ടത്. അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേടി. ഹോ, സ്നേഹം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പോ തീർച്ചയായും പപ്പയോട് എന്നൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞതും താനാണല്ലേ? സത്യമായിട്ടും അല്ല ജൂഹി, ഞാനൊന്ന് ഉപദേശിക്കാനാണ് പറഞ്ഞത്. കിട്ടുച്ചാ, നിങ്ങളെന്റെ കൈ കിട്ടട്ടെ, നാളെ തന്നെ ഞാൻ കാണിച്ചു തരാം. ആ, നാളത്തെ കാര്യം മറക്കണ്ട ജൂഹി, ഞാൻ സീരിയസ് ആണ്. വേണ്ടാത്ത ഹോളി കളി വേണ്ട, കേട്ടല്ലോ? അറിയാൻ കിട്ടുച്ചാ, ഞാൻ നോക്കിക്കോളാം. ശരിടി, ഞാൻ എന്നാ ഹരിയേട്ടന് ഐഡിയ പറഞ്ഞു കൊടുക്കട്ടെ. നീ കുറച്ചു നേരത്തേക്ക് എടുത്തോ എൻ്റെ ബുള്ളറ്റ്, പക്ഷേ സൂക്ഷിച്ച്. താങ്ക്സ് എൻ്റെ കിട്ടുപാണ്ടി. രാവിലെ മിഷേൽ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ഒന്നാമത് വണ്ടിയില്ല, അതിൻ്റെ കൂടെ ഓട്ടോ പോലും കിട്ടാൻ കാണില്ല. ഗേറ്റ് കടന്ന് പുറത്തു വന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നോക്കി, ഒന്നുപോലും ഇല്ല. ദൈവമേ, രാവിലെ ആയിട്ട് പോലും ആരും വന്നില്ലേ? അപ്പോഴാണ് കുറച്ച് കുട്ടികൾ ആകെ പുലിവേഷം പോലെ കളറും പൂശി കയ്യിൽ കളർ വെള്ളം ചീറ്റുന്ന കുഴലുമായി വരുന്നത്. ഒഴിക്കല്ലേ കുട്ടികളെ, ഡ്യൂട്ടിയാണ്. എന്നും നോർമൽ ഡ്രസ്സിൽ പോകുന്ന അവള് ഇന്ന് യൂണിഫോമിലാണ്, അല്ലെങ്കിൽ കളറിൽ മുക്കും. വീണ്ടും കുട്ടികൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഹേയ്, എന്താ പറഞ്ഞാ മനസ്സിലായില്ലേ? യൂണിഫോമിൽ കളർ ഒഴിച്ചുവിടാന്ന് അറിയില്ലേ? തൊട്ടു മുന്നിൽ ബൈക്കിൽ യൂണിഫോം ഇട്ട് ഹരിസാബ്. നല്ല ദേഷ്യത്തിലാണ് കുട്ടികളോട്. സോറി സാർ. അതും പറഞ്ഞ് പാവം പിള്ളേര് പോയി. ദേഷ്യത്തിൽ തന്നെ അവളെ ഒന്ന് നോക്കി. എന്താ ഇവിടെ മിഷേൽ? അത് വണ്ടി സർവീസിലാണ്. ഇന്ന് വണ്ടി ഒന്നും കിട്ടില്ലെന്ന് അറിയാലോ. ആരോടെങ്കിലും പറയായിരുന്നില്ലേ കൊണ്ടുവിടാൻ? ഓ, ആരോട് പറയാൻ? അവളുടെ ശബ്ദത്തിൽ ഒരു നിസ്സഹായതയുണ്ടായിരുന്നു. ഞാൻ ബൈക്കിലാണ്, അല്ലെങ്കിൽ കൊണ്ടുപോവായിരുന്നു. അത് സാരമില്ല സാബ്, ചിലപ്പോ ബസ് വരും. ഈശ്വരാ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഇവൾക്ക് പറയാലോ ഞാൻ ബൈക്കിൽ വരാന്ന്. മനസ്സിൽ പറഞ്ഞതാണേ. അല്ല, മിഷേലിന് എന്റെ കൂടെ ബൈക്കിൽ വരാൻ പ്രയാസമില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. അല്ലെങ്കിൽ ഇനി തിരിച്ചുപോയി കാർ എടുത്തിട്ട് വരണം. എനിക്കെന്ത് പ്രോബ്ലം? എങ്കിലും വന്ന് കയറ്. മിഷേൽ വന്ന് അവന്റെ തോളിൽ കൈപിടിച്ച് കയറിയിരുന്നു. പിന്നെ ഒരു കൈ കൊണ്ട് ബാഗ് ഒതുക്കി പിടിച്ച് മറുകൈ സീറ്റിന്റെ താഴെയും പിടിച്ചു. പോകാം? മിററിൽ കൂടി നോക്കിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. ഒരു കോളേജ് കുമാരൻ കാമുകന്റെ എല്ലാ ഭാവവും ഉണ്ടായിരുന്നു ആ മുഖത്ത്. താൻ ഹോളി കളിയൊന്നുമില്ലേ? ഹേയ് ഇല്ല, പണ്ടേ എനിക്ക് അലർജിയാണ് ഈ കളറ്. ഭാങ്ക് കുടിക്കാലോ, അതിന് അലർജി ഉണ്ടോ? അതിന് അലർജിയില്ല, പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പണിയാവും, അതുകൊണ്ട് വേണ്ട. ബൈക്ക് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ ഓർത്തത്, എന്നും ഇവളിങ്ങനെ എന്റെ ബൈക്കിന്റെ പുറകിൽ വേണമെന്ന് തന്നെയല്ലേ തന്റെ ആഗ്രഹം. അതോർത്ത് അവന്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. മിഷേൽ അപ്പോൾ ഓർത്തത്, സൗഹൃദം എത്ര നല്ലൊരു ബന്ധമാണ്. എല്ലാ വിഷമത്തിലും കൂടെ നിൽക്കും ഒരു നല്ല സുഹൃത്ത്. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.